ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇപ്പം ഞാനിത് അടപ്പോട് കൂടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അടപ്പോട് കൂടി എടുക്കാൻ വേണ്ടി നോക്കണം. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ ഫുഡൊക്കെ പാർസലായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറാണ് കേട്ടോ. അത് ഞാൻ കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തുമായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കത്തി ചൂടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കത്രികയോ ബ്ലേഡോ വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കത്തി ചൂടാക്കുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബോക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഡബിൾ ടാപ്പ് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമിലോ ബാത്റൂമിലോ കിച്ചണിലോ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത് സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ പെന്നും പെൻസിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പെൻസിൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം പെൻസിൽ ഹോൾഡറായിട്ട് മാത്രമല്ല നമ്മുടെ കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ സ്പൂണുകളൊക്കെ ഇട്ട് വെക്കാനായിട്ടും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ബ്രഷൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങളും നല്ലൊരു ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം ബണ്ണൊക്കെ ഒത്തിരി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ പോയിട്ട് നമുക്ക് മുടികെട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അത് നമുക്ക് വീണ്ടും പുതിയതുപോലെ ആക്കാനായിട്ട് ഒരു അടിപൊളി ടിപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ബാൻഡ് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ പുതിയതൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ ബാൻഡൊക്കെ പഴയതുപോലെ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ ബാൻഡ് കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ലൂസൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി ലൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വീട്ടിലിട്ടിരിക്കുന്ന ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ചില ടൈം നമ്മുടെ ഫ്രിഡ്ജൊക്കെ എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്താലും അതിൽ നിന്നൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത്തരം ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് ഒരു അടിപൊളി ടിപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷായ ചെറുനാരങ്ങ തന്നെ വേണമെന്നില്ല, കുറച്ച് വാടിയ ചെറുനാരങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറുനാരങ്ങ കഷ്ണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് ഇല്ലാണ്ടാവും കേട്ടോ. ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ചെയ്തു വരുന്ന ടിപ്പാണ് കേട്ടോ. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്. ഒരു ബാഡ് സ്മെല്ലും നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മളൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പരാതിയാണ് വൈറ്റ് ഡ്രസ്സൊക്കെ ക്ലീൻ ആവില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണിത്. അതിനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് വൈറ്റ് ഡ്രസ്സൊക്കെ അലക്കുമ്പോൾ വൈറ്റ് ഡ്രസ്സ് മാത്രമായിട്ട് ഇട്ട് അലക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കളർ ഡ്രസ്സ് പോലും നമ്മൾ ചേർക്കാൻ പാടില്ല. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വാഷിംഗ് ലിക്വിഡും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളവും വാഷിംഗ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വാഷിംഗ് മെഷീൻ ഓണാക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ക്ലോറക്സ് ആണ്. ഇത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ക്ലോറക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഈ ഒരു കുപ്പിയുടെ അടപ്പിൽ 2 അടപ്പ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കളർ ഡ്രസ്സിനൊക്കെ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് 2 അടപ്പ് ഇതുപോലെ ഫുൾ എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് 2 അടപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് സാധാരണ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ഡ്രസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ വൈറ്റ് ഷോക്സൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുപ്പിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കുപ്പിവെള്ളം കയ്യിലോട്ട് ഇടുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ടിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് അര ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുപ്പിവെള്ളകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കുപ്പിവെള്ളകൾ വാങ്ങിയ ഉടനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുപ്പിവെള്ളയിലിട്ട വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു കുപ്പിവെള്ളകൾ തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി കുപ്പിവെള്ളകളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റോളം കേബിൾ ടൈ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് കേബിൾ ടൈ ഇതുപോലെ വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാറാണ് പതിവ് അല്ലേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ടൈമിലെ യൂസിന് ശേഷം പിന്നീട് നമ്മളത് സൂക്ഷിച്ച് വെക്കുമ്പോൾ ആ കവറിൽ നിന്ന് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ പാക്കറ്റിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കേബിൾ ടൈ എടുക്കാനും പിന്നീട് അത് സൂക്ഷിച്ച് വെക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കേബിൾ ടൈ ഇതുപോലെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും എളുപ്പമാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഒന്നും വീഴുന്നില്ല. കേബിൾ ടൈ എവിടെയും മിസ്സാവാതെ കറക്റ്റായിട്ട് നമുക്ക് ആ പാക്കറ്റ് തീരുന്നവരെ യൂസ് ചെയ്യാനും പറ്റും. അതേ ടൈമിൽ ആ പാക്കറ്റിൻ്റെ ടോപ്പിലാണ് കട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ കേബിൾ ടൈ മിസ്സാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കേബിൾ ടൈ ആണ്. ഞാനിവിടെ ഒരു 4 കേബിൾ ടൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു കേബിൾ ടൈ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഹാങ്ങറിൽ കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതാ കേബിൾ ടൈ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ആ കേബിൾ ടൈ മൊത്തത്തിൽ ടൈറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കെട്ടിക്കൊടുത്ത കേബിൾ ടൈയുടെ ഉള്ളിൽ കൂടി ഒരു കേബിൾ ടൈ കൂടി കടത്തിയിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഹാങ്ങറിലോട്ട് കെട്ടിക്കൊടുത്ത കേബിൾ ടൈ ഉണ്ടല്ലോ, അതൊന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് മുകളിലേക്ക് വലിച്ചാൽ അത് ടൈറ്റായി നിന്നോളൂ. ഇപ്പം ഞാനിത് നന്നായിട്ട് ടൈറ്റായി എടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തെ കേബിൾ ടൈയുടെ ഉള്ളിൽ കൂടി തന്നെ ഞാൻ ഒരു കേബിൾ ടൈ കൂടി കടത്തിയിട്ട് ഇതുപോലെ തന്നെ റിങ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കേബിൾ ടൈ കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കേബിൾ ടൈക്ക് കോർത്ത് ചെയിൻ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ ടൈയുടെ ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കേബിൾ ടൈ കട്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് പ്ലെയർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയിൽ കട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാനൊരു ചെയിൻ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാനിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹാങ്ങറിലോട്ട് ഒരു ഷർട്ട് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് നമ്മൾ കേബിൾ ടൈ കൊണ്ട് ഉണ്ടാക്കിയ ചെയിനിലോട്ട് ഒരു ഷർട്ട് കൂടി ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എത്ര ഷർട്ട് വേണമെങ്കിലും ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് ആ ഹാങ്ങറിൻ്റെ അടുത്ത കേബിൾ ടൈലിൻ്റെ ചെയിനിലോട്ട് ഞാനിത് ഇതുപോലെ കൊളുത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവസാനത്തെ കേബിൾ ടൈൽ കൂടി ഇതുപോലെ ഷർട്ട് തൂക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരു ഷർട്ട് തൂക്കിയിട്ട് ഒരൊറ്റ സ്പേസിലാണ് 3 ഷർട്ടോളം തൂക്കിയിട്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഷർട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഷർട്ട് മാത്രമല്ല, നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വാർഡ്രോബിലൊന്നും സ്ഥലമില്ലാതെ തുണികൾ അടുക്കി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരൊറ്റ സ്പേസിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒത്തിരി ഡ്രസ്സ് ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.